പക്ഷേ ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് എന്തുമാത്രം നമുക്ക് കഴിക്കാം, അത് എങ്ങനെ കഴിക്കാം, ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ 100 ഗ്രാം ഒരു വേവിച്ച ബീഫിൽ ശരാശരി ഒരു 250 കിലോ കാലറി എനർജിയാണുള്ളത്. 26 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 15 ഗ്രാം കൊഴുപ്പുണ്ട്, അയൺ ഒരു 2.6 മില്ലിഗ്രാം ഉണ്ട്, സിങ്ക് ഒരു 5 മില്ലിഗ്രാം ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, നിയാസിൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അങ്ങനെ ചില ഗുണങ്ങളുള്ള സാധനങ്ങളും ബീഫിൽ അടങ്ങിയിട്ടുണ്ട്. ബീഫിനകത്തുള്ള ഒരു ഹീം അയൺ എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അത് നമ്മുടെ അനീമിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്കൊക്കെ അനീമിയ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. മസിൽ ബിൽഡിങ്ങിന് വേണ്ടി പല ആളുകളും കഴിക്കുന്നതും ബീഫ് തന്നെയാണ്. പക്ഷെ കൊഴുപ്പ് ധാരാളമാണ്. ഇതിനകത്ത് ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ബീഫിന്റെ ഒരു പ്രധാന പ്രശ്നം അതിനകത്തുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഈ ഒരു കൊഴുപ്പ് നമ്മുടെ രക്തത്തിലെ LDL കൊളസ്ട്രോൾ അമിതമാക്കും. ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ നല്ലതല്ല. അപ്പൊ ഈ ഒരു കൊളസ്ട്രോൾ ഹൃദ്രോഗവും സ്ട്രോക്കും ബ്ലോക്കേജും എല്ലാം ഉണ്ടാക്കാം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ദിവസേന നമ്മൾ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ മാത്രമല്ല പ്രശ്നം, ട്രാൻസ് ഫാറ്റും ഇതിനകത്ത് ധാരാളം ഉണ്ട്. അപ്പം ശരീരത്തിൽ ഇത് അടിഞ്ഞടിഞ്ഞ് കൂടും. ഇതെന്ത് സംഭവിക്കും? നമ്മുടെ ആർട്ടറികളിലും ധമനികളിലും പ്ലേക്ക് ഉണ്ടാവും. അപ്പോൾ രക്തയോട്ടം കുറയാനും ഹൃദയാഘാതം ഉണ്ടാവാനും സ്ട്രോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത് ബ്ലഡ് പ്രഷർ